അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിലും മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട നേതാവ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടി ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന പ്രിയങ്കരനായ താമരത്ത് ഉസ്മാൻ സാഹിബിനോടൊപ്പം. പ്രിയപ്പെട്ട നേതാവ് ചരിത്ര പണ്ഡിതൻ, കൃത്യമായി പാർട്ടിയുടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ കൃത്യമായി ചരിത്രങ്ങൾ മണിക്കൂറുകളോളം പറഞ്ഞ് പ്രാഗൽഭ്യം തെളിയിച്ച് സദസ്സിനെ കൺമുനയിൽ മുൾമുനയിൽ നിർത്തുന്ന പ്രിയങ്കരനായ നേതാവ്. പ്രിയപ്പെട്ട നേതാവിനോട് ഇന്ന് ഞാൻ ചോദിക്കുന്നത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രമാണ്. തുടക്കം തൊട്ട് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നമ്മോട് ഇന്ന് സംസാരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്മാൻ സാഹിബ്, ആ ചരിത്രം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഉസ്മാൻ സാഹിബ്, പെരിന്തൽമണ്ണയുടെ ചരിത്രം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. നമ്മളെ സോഷ്യൽ മീഡിയക്കകത്ത് പലരും പുതുതലമുറ അറിയാത്തവർക്കായി ഉസ്മാൻ സാഹിബ് അതൊന്ന് വിശദീകരിക്കും. 1956 കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 57 രൂപം കൊണ്ട നിയോജക മണ്ഡലമാണ് പെരിന്തൽമണ്ണ. ആ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തമായ സ്വാധീനം ഒരു ഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. സഖാവ് EMSന്റെ ജന്മനാട്, കർമ്മഭൂമി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളിൽ ഉണ്ടായ സ്വാധീനവും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നതെന്ന ധാരണ സൃഷ്ടിക്കപ്പെട്ടതും ഈ മണ്ഡലത്തിലെ ജനങ്ങളെ രാഷ്ട്രീയമായി സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൻ്റെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി, അതേപോലെ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട എരവിമംഗലം, കുന്നപ്പള്ളി മേഖലകൾ, പുലാമന്തോൾ പഞ്ചായത്ത്, ഏലംകുളം പഞ്ചായത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് താരതമ്യേന ആ സ്വാധീനം ചരിത്രപരമായി കാണുന്നത്. അത് കേരളപ്പിറവിയോടനുബന്ധിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് 1940കളിൽ തന്നെ പട്ടിണിക്കാർക്കും പാവങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി മുദ്രാവാക്യം വിളിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആനുകൂല്യത്തിലാണ് അവർക്ക് പിന്നിൽ ജനങ്ങൾ അണിനിരന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി എന്നാൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചു. അപ്പം 57 തൊട്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം ആരംഭിക്കുന്നത്. 1957 ഈ നിയമസഭാ മണ്ഡലത്തെ, അതായത് 57 നിന്ന് 2026 എത്തുമ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പേര് പെരിന്തൽമണ്ണ എന്നാണെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾ മാറി മറിഞ്ഞിട്ടുണ്ട്. 1957 ഇവിടെ പി ഗോവിന്ദൻ നമ്പ്യാരാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അന്ന് പരേതനായി PVS മുസ്തഫ പൂക്കോയ തങ്ങളായിരുന്നു ഗോവിന്ദൻ നമ്പ്യാരുടെ എതിർ സ്ഥാനം. പിന്നീട് നമുക്കറിയാവുന്നതാണ്, വിമോചന സമരം ഉണ്ടായി. വിമോചന സമരത്തെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭരണഘടനാനുസൃതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അത്രമാത്രം ജനവിരുദ്ധ നയങ്ങൾ കഷ്ടിച്ച് 2 കൊല്ലം തികയുന്നതിന് മുമ്പേ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അധികാരം വെച്ച് അന്നത്തെ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത്. പിന്നീട് 1960 തെരഞ്ഞെടുപ്പ് നടന്നത്. 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള EP ഗോപാലനാണ്. EP ഗോപാലൻ പെരിന്തൽമണ്ണയെ പ്രതിനിധാനം ചെയ്തു 1960. പിന്നീട് 1967 ഇതിനിടക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 57 മുതൽ 67 വരെയുള്ള 10 വർഷക്കാലം കേരളത്തിൽ തികഞ്ഞ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് നിലനിന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റും 5 കൊല്ലം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ ശുദ്ധവും അവിശുദ്ധവുമായിട്ടുള്ള കൂട്ടുകെട്ടുകളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് സ്ഥായിയായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചില്ല. അപ്പോൾ നമ്മൾ കാണുന്ന 1965 തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് കേരളത്തിൽ. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്
സത്യപ്രതിജ്ഞ ചെയ്ത് MLA-മാരാകാൻ പോലും കഴിയാത്ത വിധം വീണ്ടും പ്രസിഡന്റ് ഭരണം കേരളത്തിൽ വരികയാണ്. അപ്പോൾ ഈ അനിശ്ചിതത്വത്തിന് പരിഹാരം കാണണം എന്ന ഉദ്ദേശത്തിലാണ് 1967 മുസ്ലിം ലീഗ് തന്നെ മുൻകൈയെടുത്താണ് സപ്തകക്ഷി മുന്നണി രൂപീകരിച്ചത്. 7 രാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യമായിട്ടാണ് സപ്തകക്ഷി മുന്നണി രൂപീകരിക്കുന്നത്. ഈ വർഷം 1967 ഇവിടെ 67 ആകുമ്പോഴേക്കിന് 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളർന്നിട്ടുണ്ടായിരുന്നു. CPI-യും CPI-എമ്മുമായിട്ട് പിളർന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ചേർത്ത് പറയേണ്ട ഒരു സംഗതിയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന സമയം ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വലുത്, CPI ആണോ CPI-എം ആണോ വലുത് എന്ന ഒരു അനിശ്ചിതത്വം നിലനിന്നപ്പോൾ 64-ൽ പിളർന്നു. 65-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അനൗദ്യോഗികമായിട്ട് അപ്രഖ്യാപിതമായിട്ടുള്ള ചില നീക്കുപോക്ക് CPI-എമ്മിന് വേണ്ടി മുസ്ലിം ലീഗ് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ അധികം പരാമർശിക്കാതെ പോയ ഒരു രാഷ്ട്രീയ നീക്കുപോക്കാണ്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ 65-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയത് CPI-എമ്മിനാണ്. അന്ന് മുതലാണ് CPI-എം ഒരു വല്യേട്ടൻ മനോഭാവത്തിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ 67 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 7 രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഉപയോഗിച്ച സപ്തകക്ഷി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പെരിന്തൽമണ്ണയിൽ മത്സരിച്ചത് പാലോളി മുഹമ്മദ് കുട്ടി. പാലോളിക്കെതിരായിട്ട് അന്ന് നമ്മളെ വട്ടത്തൂരിൽ തന്നെയുള്ള PM സാദിഖ് മൗലവി, അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അപ്പോൾ പലപ്പോഴും ജയിച്ച ആളുകളെ പരാമർശിക്കുകയും തോറ്റത് ആരാണെന്ന് അറിയാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ PM സാദിഖ് മൗലവി കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. നമ്മുടെ വട്ടത്തൂരിലെ ഒരു കുലീനമായ കുടുംബത്തിലെ അംഗമായിട്ടുള്ള അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. പാലോളി മുഹമ്മദ് കുട്ടിയാണ് 67 ജയിച്ചത്. പിന്നീട് 70-ലാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജനിതകം തിരുത്തി എഴുതുന്നത്. അത് മർഹൂം KK തങ്ങളാണ്. KK തങ്ങൾ ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിന് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവായി എന്ന് പറഞ്ഞാൽ ഈ നിയോജക മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തെ മറികടക്കാൻ മാത്രം മണ്ഡലത്തിൻ്റെ എല്ലാ ദിക്കുകളിലും ഗ്രാമപ്രദേശങ്ങളിലേക്കും കാൽനടയായി നടന്നു ചെന്ന് അന്നത്തെ പ്രാദേശിക നേതാക്കന്മാരുടെ വലിയ തോതിലുള്ള കൂട്ടായ്മയിലാണ് ഓരോ കുടുംബത്തെയും സന്ദർശിച്ച് 70-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുക. പിന്നീട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് 77-ആണ്. ഈ 70-77 എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത കേരളത്തിലെ ഏറ്റവും ഒരു സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭരണകാലങ്ങളാണ്. സഖാവ് അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവൺമെൻറ് 57-ൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയതെങ്കിലും അതിനകത്ത് പരിഹരിക്കപ്പെടാത്ത കുറേയേറെ ക്ലോസുകൾ ഉണ്ടായിരുന്നു. അത് സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ട യഥാർത്ഥത്തിൽ അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ആ മന്ത്രിസഭകളിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അപ്പോൾ 77-ലും KK തങ്ങൾ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു. പിന്നീട് 1980-ലാണ് തെരഞ്ഞെടുപ്പ്. 80-ൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാലകത്ത് സൂഫി സാഹിബായിരുന്നു സ്ഥാനാർത്ഥി. ഈ കാലഘട്ടത്തിൽ പാലോളി മുഹമ്മദ് കുട്ടിയെയും ഇമ്പിച്ചി ബാബയെയും തോൽപ്പിച്ചാണ് KK തങ്ങൾ ഈ നിയോജക മണ്ഡലം UDF-ൻ്റെ പക്ഷത്തേക്ക് കുതിച്ചു വാങ്ങുന്നത്. പിന്നെ 80-ൽ നാലകത്ത് സൂഫി സാഹിബ്, 80-ലും 82-ലും 87-ലും 91-ലും 96-ലും 2001-ലും സൂഫി സാഹിബാണ് മത്സരിച്ചത്. 6 തവണ മത്സരിച്ച് 3 പതിറ്റാണ്ട് കാലം നമ്മുടെ നിയമസഭയെ പ്രതിനിധാനം ചെയ്തത് നാലകത്ത് സൂഫി സാഹിബാണ്. അദ്ദേഹം ഒരു വേള കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. 5 വർഷക്കാലം പൂർത്തിയാക്കിയില്ലെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് സൂഫി സാഹിബിൻ്റെ കോൺട്രിബ്യൂഷൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതാണ്. മലബാറിൻ്റെ വിദ്യാഭ്യാസ ഉയർച്ചയിൽ സൂഫി സാഹിബിൻ്റെ കരസ്പർശമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ സ്കൂളുകളുടെ ഭാഗമായിട്ട് തന്നെ +1 +2 പഠനം മാറ്റിയപ്പോൾ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും വ്യാപകമായിട്ട് +2 അനുവദിച്ച് അതിന് മുമ്പുള്ള ഇടതുപക്ഷ സർക്കാർ PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ സൃഷ്ടിച്ച അസന്തുലിതാവസ്ഥക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലാണ് സൂഫി സാഹിബിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന്. അതേപോലെ നമ്മുടെ മണ്ഡലത്തിലും നമ്മുടെ ജില്ലയിലും കേരളത്തിലാകെയും കോളേജുകളിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നിടത്ത് അങ്ങനെ പരിമിതമായിട്ടുള്ള തൻ്റെ സമയത്തിനകം തന്നെ അടയാളപ്പെടുത്താവുന്ന ഒട്ടേറെ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പിന്നെ ഈ 2006-ലാണ് നിയോജക മണ്ഡലം നമുക്ക് നഷ്ടപ്പെടുന്നത്.
2006 മുസ്ലിം ലീഗിന് വേണ്ടി സൂഫി സാഹിബിന് ശേഷം മത്സരിച്ചത് സൂഫി സാഹിബിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ചുക്കാൻ പിടിച്ചിരുന്ന നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ. അബ്ദുൽ ഹമീദ് മാസ്റ്ററും ബി ശശികുമാറും മത്സരിച്ചപ്പോൾ ആ 2006 ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കേരളത്തിൽ മുസ്ലിം ലീഗിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ഒരു സന്ദർഭം. തിരൂരിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തോൽക്കുന്നു, മങ്കടയിൽ മുനീർ സാഹിബ് പരാജയപ്പെടുന്നു, കുറ്റിപ്പുറത്ത് കുഞ്ഞാലി സാഹിബ് പരാജയപ്പെടുന്നു. ആ സീരീസിലാണ് ഹമീദ് മാഷ് പെരിന്തൽമണ്ണയിൽ തോൽപ്പിക്കപ്പെട്ടത്. അപ്പോൾ അതിന് ശേഷം ആ ഒരു വേള മാത്രമാണ് 1970 ശേഷം മുസ്ലിം ലീഗ് ഈ മണ്ഡലത്തിൽ ഇല്ലാതെ പോയത്. പിന്നീട് 2011 മഞ്ഞളാംകുഴി അലി സാഹിബ് മുസ്ലിം ലീഗിൽ അംഗത്വമെടുത്ത് ഇവിടെ മത്സരിക്കാൻ വരിക. അതൊരു ആവേശകരമായ അനുഭവമായിരുന്നു. നിയോജക മണ്ഡലത്തിൽ വർദ്ധിച്ച ഒരു ആവേശവും പ്രതികരണവുമാണ് അലി സാഹിബിൻ്റെ സ്ഥാനത്തെത്തുന്നുണ്ടായത്. നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 9500 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മഞ്ഞളാംകുഴി അലി സാഹിബ് നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുന്നത്. പിന്നീട് 2016 അലി സാഹിബ് തന്നെയാണ് മത്സരിച്ചത്. ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറഞ്ഞെങ്കിലും നമുക്ക് മണ്ഡലം കൈമോശം വരാതെ നിലനിർത്താൻ സാധിച്ചു. പിന്നീട് അലി സാഹിബിൻ്റെ പിൻഗാമിയായിട്ടാണ് 2021 നജീബ് കാന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിരുന്ന KP മുസ്തഫയാണ്. അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. വാശിയേറിയ പോരാട്ടം നടന്ന് 38 വോട്ടിനാണ് നജീബ് സാഹിബ് ജയിച്ചത്. ആ നജീബ് കാന്തപുരം കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റം വികസന രംഗത്തും MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായിട്ടുള്ള ഇടപെടലുകൾ 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായി. ആ ജനപ്രിയതയുടെ പിൻബലത്തിലാണ് വീണ്ടും അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയായി ബഹുമാനനായ സാദിഖ് അൽ ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നജീബ് സാഹിബിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പാർട്ടിയിലും മുന്നണിയിലും വർദ്ധിച്ച ആവേശം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് മുന്നണിയിലും പാർട്ടിക്കകത്തും വലിയ തോതിൽ ഭിന്നസ്വരങ്ങളില്ലാതെ നമുക്ക് ഈ മത്സരത്തെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നജീബ് സാഹിബ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ഉറപ്പാണ് നമുക്കുള്ളത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ അതേപോലെ ഭാവി വാഗ്ദാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പുതിയ പ്രോജക്റ്റുകളൊക്കെ തന്നെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനുള്ള മാൻഡേറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിൻ്റെ ഈ ഒരു കഴിഞ്ഞ 5 വർഷം നജീബ് സാഹിബിൻ്റെ പ്രവർത്തനങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് ഉസ്മാൻ സാഹിബ് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നജീബ് സാഹിബിന് 5 വർഷത്തെ ഒരു ജനപ്രതിനിധിയായി പെരിന്തൽമണ്ണയിൽ നടത്തിയ ആ കാര്യങ്ങളെ കുറച്ചൊന്ന് വിശദീകരണ രൂപത്തിലൊന്ന് സൂചിപ്പിക്കാൻ നമ്മൾ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായി നജീബ് സാഹിബ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ് MLA എന്നുള്ള നിലയ്ക്ക്. അതിനേക്കാൾ ഉപരിയായി ഞങ്ങളൊക്കെ മനസ്സിലുള്ളത് നജീബ് സാഹിബ് കോഴിക്കോട്ടുകാരനാണ്. CHൻ്റെ ഒരു നാട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് കൂടി അതിൻ്റെ ഒരു ഗുണഫലം തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരം എന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതേക്കുറിച്ച് 2 വാക്ക് കൂടി. നജീബ് സാഹിബ് ഈ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് രംഗത്തൊരു പുതുമുഖമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന വലിയ ഒരു ക്യാമ്പയിൻ അടുത്ത കാലത്തായിട്ട് CPM നടത്തി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടുന്ന കാന്തപുരം പ്രദേശത്ത് ആ വാർഡിൽ നിന്ന് 917 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്തിലേക്ക് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നജീബ്. പിന്നീട് കട്ടിപ്പാറ ഡിവിഷനിൽ നിന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വം പല ഭാരവാഹിത്വങ്ങളും വഹിച്ചിട്ടുള്ള ആളാണ് നജീബ് കാന്തപുരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗമായിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു സ്വപ്നമാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ കൂടുതൽ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനം, പ്രത്യേകിച്ച് ഈ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകാൻ കഴിയുന്ന കുട്ടികളെ ഇന്നത്തെ കാലത്തെ പരീക്ഷകളുടെ കുത്തൊഴുക്കിൽ അവർക്ക് അതിനെ മുറിച്ചു കടക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള പരിശീലനം നൽകുന്നതിനെക്കുറിച്ച് അന്നേ അദ്ദേഹത്തിന് മനസ്സിലുണ്ട ഒരാശയമാണെന്ന് ഞങ്ങളോടൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പെരിന്തൽമണ്ണയിൽ MLA ആയപ്പോൾ ആ സൗകര്യം കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ട് ഈ സാമാന്യ ജനങ്ങൾക്ക് വികസനത്തെക്കുറിച്ചുള്ള ചില ധാരണകളുണ്ട്.
വികസനം എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ തെരുവുവിളക്കുകളും റോഡും പാലവും അങ്ങനെയുള്ള ആശയങ്ങളാണ്. എന്നാൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ അടിയന്തരമായിട്ട് പൂർത്തീകരിക്കേണ്ടതും പണം അനുവദിക്കേണ്ടതും അതിന് നല്ല പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം സമാന്തരമായി നമ്മുടെ കുട്ടികളെ പ്രധാനമായി ലക്ഷ്യം വെക്കുകയും സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങൾ, വയോജനങ്ങൾ, സ്ത്രീകൾ, നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, അങ്ങനെ സമൂഹത്തിൻ്റെ പല തട്ടിൽ എന്നാൽ ധാരാളം പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും അനുഭവിക്കുന്ന ആളുകളെ കൈപിടിച്ചുയർത്താൻ സർക്കാരിൻ്റെ കൂടി സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള നല്ല പരിശ്രമം, അതൊരു വേറിട്ട നടത്തമായിരുന്നു. യഥാർത്ഥം വികസനത്തെക്കുറിച്ചുള്ള മുഖ്യധാരാ സങ്കല്പങ്ങളിൽ നിന്ന് മാറി നടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിപരതയുടെ തെളിവാണ്. അത് മറ്റു MLA-മാർ തന്നെ പലരും, മന്ത്രിമാർ ഒക്കെ തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുള്ള കാര്യമാണ്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാവണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ, ചാനലുകളൊക്കെ നടത്തിയിട്ടുള്ള സർവേയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ല വിലയിരുത്തലാണ് നടന്നിട്ടുണ്ടായത്. അപ്പോൾ അതിലെടുത്തു പറയേണ്ടത് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള സിവിൽ സർവീസ് അക്കാദമി. സിവിൽ സർവീസ് അക്കാദമി എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എല്ലാ കുട്ടികളെയും IAS-ലേക്ക് അല്ലെങ്കിൽ IAS പോലെയുള്ള IFS, IPS പോലെയുള്ള ജോലികളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാ എന്നല്ല. IAS എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് ഒരു കുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോയാൽ അവന് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള സർക്കാർ ഉദ്യോഗം ഉറപ്പാണ്. സർക്കാർ സർവീസിലേക്ക് എത്തുക എന്നതാണ് അധികാര പങ്കാളിത്തത്തിലേക്ക് എത്താനുള്ള വഴി. അത് മുസ്ലിം ലീഗിൻ്റെ തന്നെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അധികാര പങ്കാളിത്തം വന്നാൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കലല്ല, നിയമസഭയിലേക്ക് മത്സരിക്കലല്ല, മന്ത്രിമാരാവലല്ല, പാർലമെന്റ് അംഗങ്ങളാവൽ, അത് നിയമനിർമ്മാണ സഭകളാണ്. യഥാർത്ഥത്തിൽ അധികാര പങ്കാളിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഉദ്യോഗമാണ്. അത് ഏത് കാറ്റഗറി ആയാലും അവിടെ അധികാരമുണ്ട്. വില്ലേജ് ഓഫീസിലെ ചങ്ങല പിടിക്കുന്ന കോൽക്കാരന് പോലും അധികാരമുണ്ട്. പിന്നെ നമ്മൾ റെഡ് ടൈപ്പ് കൾച്ചർ എന്ന് പറയുന്നത്, ഈ ചുവപ്പ് നാട, അവിടെയാണ് അധികാരം നിലനിൽക്കുന്നത്. അപ്പോൾ അതഴിക്കുന്നിടത്ത്, അത് കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ കഴിയുക എന്നതാണ് അധികാര പങ്കാളിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാനായ CS മുഹമ്മദ് കോയ സാഹിബ് എല്ലാ യോഗങ്ങളിലും കൗമാരക്കാരോടും കുട്ടികളോടൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞിരുന്നത്, നിങ്ങൾ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കഴിഞ്ഞ് പാസ്പോർട്ട് എടുത്ത്, അത് ഗൾഫ് കുടിയേറ്റം വർദ്ധിക്കുന്ന കാലത്താണ് CH പറയുന്നത്, പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് പറക്കുക എന്നത് മാത്രമാകരുത് നിങ്ങളുടെ സ്വപ്നം. നിങ്ങൾ സർക്കാർ സർവീസിൽ ഉദ്യോഗം നേടാൻ വേണ്ടി പരിശ്രമിക്കും. ഇപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിലൊന്നും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചിട്ടയായിട്ട് അപേക്ഷ കൊടുക്കുകയോ പരീക്ഷ എഴുതുകയോ ചെയ്യുന്ന ഒരു രീതി ഇപ്പോഴും വളർന്നു വന്നിട്ടില്ല. തെക്കൻ കേരളത്തിലൊക്കെ തന്നെ LD ക്ലർക്ക് പരീക്ഷയ്ക്കൊക്കെ തന്നെ വലിയ സ്റ്റഡി ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഒരു പ്രദേശം, ഒരു നാട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിച്ച് ക്ലറിക്കൽ തസ്തികയിലേക്ക് കടന്നുകൂടാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരുക്കം ഏതാണ്ട് LP സ്കൂൾ പഠനകാലത്ത് തന്നെ നടത്തുന്ന പ്രദേശങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പ്രദേശത്ത് ഇപ്പോഴും വിദ്യാഭ്യാസപരമായ പിന്നോക്കത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ നമ്മൾ എത്തിപ്പെടുന്നില്ല. കേരളം പോലെയുള്ള പ്രബുദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഈ സർക്കാർ സർവീസിലേക്ക് അപേക്ഷകർ കൂടി വരികയാണ്. അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റും ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നടക്കുന്ന റിക്രൂട്ട്മെൻറ്റുകളിൽ ശതമാനത്തോട് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾ ഈ ട്രാക്കിലേക്ക് എത്തണം എന്ന ഉദ്ദേശത്തിലാണ് നജീബ് ഇത്തരം ഒരു സ്ഥാപനം. അതിപ്പോൾ 5 കൊല്ലക്കാലം കൊണ്ട് ആ സ്ഥാപനത്തെ വിലയിരുത്തുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത്ര സമയം കൊണ്ട് ഒരു നേട്ടം, ഒരു റിസൾട്ട് ഉണ്ടാക്കാവുന്ന ഒരു സമയം. എന്നിട്ടും ഇപ്പോൾ 78 കുട്ടികൾ ഗസറ്റഡ് റാങ്കിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. മുനിസിപ്പാലിറ്റികളുടെ, പഞ്ചായത്തുകളുടെ സെക്രട്ടറിമാരായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഭാവിയിലേക്ക് ലക്ഷ്യം വെച്ചൊരു സ്ഥാപനം ആരംഭിക്കുക എന്നേ നമ്മൾ ദീർഘദർശനം എന്നൊക്കെ പറയില്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിച്ചത് 71-ലാണ്. അത് അതിൻ്റെ പേര് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നാണ്. പിന്നീടാണ് അതിൻ്റെ പേര് കുസാറ്റ് എന്നാക്കി മാറ്റിയത്. 71 അത് ആരംഭിക്കുമ്പോൾ ഇത്ര സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഇൻ്റഗ്രേറ്റഡ് MSc-ക്കോ BTech-നോ അഡ്മിഷൻ കിട്ടുന്ന കുട്ടിക്ക് കോഴ്സ് കഴിയുന്നതിനിടയ്ക്ക് ലോകത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വലിയ അക്കത്തിൽ ശമ്പളം വെച്ച് പ്ലേസ്മെൻറ്റ് ഉണ്ട്. അത്ര സാധ്യതയുള്ള 21-ാം നൂറ്റാണ്ട് പിന്നിട്ട് 25 കൊല്ലം കഴിഞ്ഞ ഈ വേളയിൽ പോലും 71 ആരംഭിച്ച ഒരു സ്ഥാപനത്തിന് അസാധ്യമായ സാധ്യതയുണ്ട് എന്നതാണ് ദീർഘദർശനം. സമാനമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ MLA വിദ്യാഭ്യാസ രംഗത്തുള്ളത്, പുതിയ തലമുറയെ കുറിച്ചുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രചരണ പരിപാടികളൊക്കെ നമ്മൾ കാണുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ
രക്ഷിതാക്കൾക്ക് എന്തൊക്കെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് നജീബ് എന്ന് പിന്നെ കരുതാൻ അവർക്കൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻറ്റിമസി നജീബുമായിട്ട് ഈ മണ്ഡലത്തിലെ രക്ഷിതാക്കൾക്ക്, ആബാലവൃദ്ധം രക്ഷിതാക്കൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ ഉണ്ടായിട്ടുണ്ട്. അതാണ് UDFന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നിയമസഭ. അപ്പോൾ അതിനെ ചെറുതാക്കി കാണിക്കാനുള്ള വില കുറഞ്ഞ പ്രചരണങ്ങളാണ് ഇടതുപക്ഷ ക്യാമ്പുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് കൃത്യമായി തന്നെ പിന്നെ ഉസ്മാൻ സാഹിബ്, നജീബ് സാഹിബിൻ്റെ ഒരു കഴിഞ്ഞ 5 വർഷത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒരുപാട് ഒരു കാൽനൂറ്റാണ്ട് മുൻപന്തിയിലേക്ക് ചിന്തിക്കുന്ന രൂപത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CHനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ബഹുമാന്യനായ നജീബ് സാഹിബിൻ്റെ പ്രവർത്തനം. ഏതായാലും നിസ്സീമമായ പ്രവർത്തനമാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മേഖലയിലും അടിത്തട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അവസാനമായി അദ്ദേഹം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതി ഒക്കെ രൂപീകരിച്ച് ഇൻഷുറൻസ് ID എല്ലാ തുറകളിലുള്ള ആളുകളെയും പരിഗണിച്ചു. അവരൊക്കെ ID കാർഡൊക്കെ കൊടുത്ത് അവർക്കൊക്കെ ഹെൽത്ത് മേഖലയിലും ആശാ വർക്കർമാരെ തെരുവച്ചവടക്കാരെ വരെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ID കാർഡൊക്കെ വിതരണം നടത്തി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ 1-2 പിന്നെ വേദികളിലൊക്കെ പങ്കെടുത്തപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു 10,000 സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റ്, വിപുലമായ ഒരു ബ്രോഷർ പ്രിന്റ് ചെയ്ത് വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് മാത്രം നോക്കിയാണ്. അത് മാത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനിഫെസ്റ്റോയുടെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് എല്ലാ വീടുകളിലും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എത്തിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചെടുത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് തന്നെ നമ്മൾ പിന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് വന്ന് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി ഉണ്ടല്ലോ, അതും ജനങ്ങളുടെ ഇടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര, ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി മാറ്റും. ഈ ക്ഷേമ പെൻഷനൊക്കെ കുറിച്ച് പറയുമ്പോൾ ക്ഷേമ പെൻഷൻ്റെ ഒരു പിതൃത്വം ഇവരെ ഏറ്റെടുക്കുകയാണ് ഇടതുപക്ഷക്കാർ, അതിൻ്റെ ചാമ്പ്യന്മാരാവാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുടെ വാർദ്ധക്യകാല പെൻഷൻ ഇത്ര ജനപ്രിയമായിട്ട് മാറിയത്. എല്ലാ പ്രായപരിധി കുറച്ചും വരുമാന പരിധി കൂട്ടിയും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പിന്നീട് വന്ന തോമസ് ഐസക്ക് പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്ന മന്ത്രിസഭ 1ാം പിണറായി സർക്കാർ ചെയ്തത് ഈ ക്ഷേമ പെൻഷൻ പട്ടിക വെട്ടിച്ചുരുക്കാൻ എന്താ നടപടി എന്നാണ്. കുറേ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. മാത്രമല്ല 2500 ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും 2000-ലാണ് നിൽക്കുന്നത്. ആലോചിതമായൊരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ ഞങ്ങളൊരു പ്രഥമയോഗത്തിൽ ചെന്നപ്പോൾ പറയണ്ടായി പെൻഷൻ 400 റുപ്യ കൂട്ടിയിട്ട് എന്താ കാര്യം, 300 റുപ്യ വെള്ളത്തിൻ്റെ കരം വരുന്നത് 800 റുപ്യാണ് വന്നിരിക്കണമെന്നുണ്ട് ഒരാൾ കാണിച്ചത്. അയാൾ പാലാക്കൽ പ്രദേശത്ത് പോയപ്പോൾ ഒരു പ്രചരണ യോഗം. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, ഇലക്ട്രിസിറ്റി 5 തവണയാണ് കറണ്ട് ചാർജ് കൂട്ടിയത്. എവിടെ കൂട്ടാൻ ബാക്കി? വീട് വെക്കാനുള്ള പെർമിറ്റ് ഫീ എല്ലാ നികുതികളും കൂട്ടി, ഭൂമി രജിസ്ട്രേഷന് വില കൂട്ടി. കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ പോലും വലിയ തോതിൽ റവന്യൂ സ്റ്റാമ്പ് ഇനത്തിൽ ഫീസ് കൊടുക്കേണ്ട സ്ഥിതിയാണ്. ഇതൊക്കെ ഒരുപാട് ജനങ്ങൾക്ക് അതൊക്കെ ഉത്ബുദ്ധരാണ് ആളുകൾ. അതൊക്കെ അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രിയങ്കരനായ UDFന്റെ പ്രിയപ്പെട്ട സാരഥി നജീബ് കാന്തപുരത്തിന് വൻ വിജയം നൽകി അദ്ദേഹത്തെ വീണ്ടും നിയമസഭയിലേക്ക് അയക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ പ്രവർത്തനം, കൃത്യമായ ഇടപെടലുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എല്ലാവരും ഇത് ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വിജയത്തിനുള്ള ഒരു അഹോരാത്രമായ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി വരുന്ന നാളുകളിലൊക്കെ ഉണ്ടാകണം. ഇത് കേൾക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ വാക്കുകളാണ് പിന്നെ ഉസ്മാൻ സാഹിബ് സൂചിപ്പിച്ചത്. നജീബ് എന്താ എന്നുള്ളത് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കാണുന്നവർക്കും ഒരു പ്രാവശ്യം കണ്ട ആളുകളെ വീണ്ടും പേരെടുത്ത് വിളിച്ചുകൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നതും ഒക്കെ കണ്ടാൽ തന്നെ ഒരു മനുഷ്യ സ്നേഹത്തോളം അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു വലിയ ഒരു പിന്നെ അടുത്തുള്ള ആളല്ലെങ്കിൽ പോലും നാട്ടുകാരനായി അദ്ദേഹം നമ്മൾക്കിടയിലൂടെ നടന്ന് വീട്ടിലൊരാളായി തന്നെ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തിന് കോണി അടയാളത്തിൽ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രവും അതോടൊപ്പം തന്നെ ഈ നിയോജക മണ്ഡലത്തിലുണ്ടായിട്ടുള്ള ജനപ്രതിനിധികളെക്കുറിച്ചും പ്രതിപക്ഷ പ്രതിനിധികളെക്കുറിച്ചും എല്ലാം കൃത്യമായി തന്നെ കുറഞ്ഞ വാക്കുകളിൽ പ്രിയപ്പെട്ട താമരത്ത് ഉസ്മാൻ സാഹിബ് കൃത്യമായി നമുക്കത് പറഞ്ഞു തന്നു.
ചരിത്രങ്ങൾ തങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ കൃത്യമായി തന്നെ അക്കമിട്ട് നിരത്താൻ കെൽപ്പുള്ള ഒരു നേതാവിനെ തന്നെ അത് ഇരുത്തിക്കൊണ്ട് കൃത്യമായി ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്കറിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട രൂപത്തിലൊക്കെ ഇതിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് എല്ലാവർക്കും എത്തിച്ചുകൊണ്ട് നമ്മളെ ഈ ചരിത്രമൊക്കെ പഠിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകണമെന്ന് കൂടി സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കെ 1980 ഭാഷാ സമരത്തിൽ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്നിവർ അവിടെ നമുക്ക് അവരെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി സ്മാരകമൊരുക്കി മലപ്പുറം കോട്ടക്കുന്നിൽ സ്മാരകമൊരുക്കിയ ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കെ നമുക്ക് നടത്തിയ വലിയ സ്മാരകം തന്നെ ഒരുക്കിയ പ്രിയപ്പെട്ട കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ഏതായാലും ഈ കുറഞ്ഞ സമയത്ത് ഇത്രയും വാക്കുകൾ കൊണ്ട് ധന്യമാക്കി ഈ ചരിത്രം പൂർണ്ണമായി നമുക്ക് ഭാവി തലമുറക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഉസ്മാൻ സാഹിബിനെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ വോട്ടുകൾ കോണിയിലായിരിക്കട്ടെ എന്ന് കൂടി ചൂട് നിർത്തുന്നു. നജീബ് സാഹിബിനെ വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് കൂടെ ചൂട് നിർത്തുന്നു. നന്ദി. ജയ് UDF.